എല്ലാ സുഹൃത്തുക്കൾക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ റെസിപ്പി മുരിങ്ങക്കായൊക്കെ ഇട്ടുള്ളൊരു തക്കാളി കറിയാണ്. വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കറിയാണിത്. മോരൊക്കെ കൂട്ടി മടുത്തിട്ടുള്ളവർക്ക് ഒരു ചെറിയൊരു വെറൈറ്റിക്ക് വേണ്ടി ഇത് ട്രൈ ചെയ്യാം. ഇവിടെ ഞാൻ മുരിങ്ങയ്ക്ക 3 എടുത്തിട്ടുണ്ട്. അത് നല്ല വൃത്തിയായിട്ട് തന്നെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ടെടുക്കാം. ഇതിലേക്ക് എരിവിന് വേണ്ടി നമ്മൾ പച്ചമുളകാണ് ചേർക്കുന്നത്. ഞാനൊരു 3 പച്ചമുളക് നടുക്ക് കീറി എടുത്തിട്ടുണ്ട്. മുരിങ്ങക്കായ്ക്ക് അത്യാവശ്യം നല്ല വേവുള്ളത് കൊണ്ട് തന്നെ നമുക്കത് ആദ്യം ഇത് വേവിച്ചെടുക്കണം. അപ്പോൾ അതിലേക്ക് കുറച്ച് പച്ചമുളകും അതോടൊപ്പം തന്നെ കുറച്ച് ഉപ്പും ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. പിന്നീട് ഈ കറിയിലേക്ക് വേണ്ടത് തക്കാളിയാണ്. പുളിക്ക് വേണ്ടി നമ്മൾ തക്കാളിയാണ് യൂസ് ചെയ്യുന്നത്. അപ്പം തക്കാളി ഒരു 2 തക്കാളി ചെറുതായിട്ട് ഇതേപോലെ അരിഞ്ഞെടുത്തത്. തേങ്ങ അരച്ചാണ് ഈ കറി വെക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഒരു 3 വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു 1/2 നുള്ള് ചെറിയ ജീരകം, അതോടൊപ്പം തന്നെ 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും തേങ്ങയും ഇട്ട് നമുക്കിത് നന്നായിട്ട് അരച്ചെടുക്കാം. നന്നായിട്ട് തന്നെ ഇത് അരച്ചെടുക്കാനും ശ്രദ്ധിക്കുക. കറികളൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ തന്നെ ഇത് അരച്ചെടുക്കണം. മുരിങ്ങയ്ക്ക ഇപ്പോൾ വെന്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ആഡ് ചെയ്ത് കുറച്ച് നേരം ഒന്ന് വേവിച്ചെടുക്കാം. തക്കാളി ചെറിയ രീതിയിലൊന്ന് അവഞ്ഞ് കിട്ടാൻ വേണ്ടി ഇതൊന്ന് അടച്ചു വെച്ചൊരു കുറച്ച് നേരം നമുക്കിത് വേവിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങ ചേർക്കാം. തേങ്ങ ചേർത്തതിന് ശേഷം തിളപ്പിക്കാൻ പാടുള്ളതല്ല, ചെറിയ തീയിൽ തന്നെ നമുക്കൊന്ന് ചൂടാക്കി എടുക്കാം കറി. അപ്പോൾ ഇതിലേക്ക് നമുക്കത് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഉപ്പ് വേണമെങ്കിൽ ആവശ്യത്തിന് ഈ സമയത്ത് നമുക്ക് ചേർക്കാം. ഇനി ഇതിലേക്ക് കടുക് പൊട്ടിക്കണം. അപ്പോൾ അതിന് വേണ്ടത് ചെറിയ ഉള്ളി ഒരു 2 പീസ് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കറിവേപ്പില, പിന്നെ പാണ്ടിമുളകോ പിരിയമുളകോ നമുക്ക് 1 പീസ് മുറിച്ചെടുത്തത്. ചൂടായ പാനിലേക്ക് ഓയിൽ ഒഴിക്കാൻ ഞാൻ കോക്കനട്ട് ഓയിലാണ് എടുത്തേക്കുന്നത്. അതിലേക്ക് നമുക്ക് കടുക് ഇട്ട് പൊട്ടിക്കാം. അതിലേക്ക് നമുക്ക് ഉള്ളി ഇടാം. ഉള്ളി അതോടൊപ്പം തന്നെ കറിവേപ്പിലയും ഇട്ട് നന്നായിട്ട് തന്നെ ഇളക്കി മൂപ്പിച്ചെടുക്കുക. അവസാനം പെരിയമുളക് ഇട്ടൊന്ന് ചെറുതായിട്ടൊന്ന് മൂത്തതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം. തീ ഓഫ് ചെയ്തതിലേക്ക് ഞാൻ മുളക് പൊടി ആഡ് ചെയ്യുന്നുണ്ട്. ഇപ്പം മുളക് പൊടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി എടുത്തിട്ട് നമുക്കിത് കറിയിലേക്ക് ചാലിക്കാം. കറിയിലേക്ക് ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് തന്നെ ഇളക്കി എടുക്കുക. മുരിങ്ങയ്ക്ക തക്കാളിക്കറി റെഡി ആയിരിക്കുകയാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കിത് ഉണ്ടാക്കാവുന്നതാണ്. മുളകിട്ട മീൻകറി ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ഈ കറി ഒഴിച്ച് കഴിച്ചാൽ ഒരു പ്രത്യേക ടേസ്റ്റിനായിരിക്കും ചോറ് കഴിക്കാൻ. വേണമെങ്കിൽ അതൊന്ന് ട്രൈ ചെയ്യാവുന്നതാണ്. നല്ല റെസിപ്പികൾക്കായി ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി ചെയ്യുക. റെസിപ്പിയുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക. അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്കും ഷെയറും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും കാണും വരേക്കും സ്റ്റേ സേഫ്. ബൈ.